ഇന്ന് കുറച്ച് അയലമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു മുളക് കറി ഉണ്ടാക്കാം. നമുക്ക് കുടംപുളിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ടൊരു മുളക് കറി ഉണ്ടാക്കാം. തേങ്ങ നരക്കാതെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ മീനൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ മീൻ വെട്ടാൻ കത്രികയാണ് കേട്ടോ യൂസ് ചെയ്യല്. കത്രിക കൊണ്ട് മീൻ നന്നാക്കുമ്പോഴേ പെട്ടെന്ന് തീരും. അതേപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ അതിൻ്റെ ആ ഒരു തലൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ ഇള ചീന്തിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ അയിലമീൻ നന്നാക്കൽ കേട്ടോ. അതിൻ്റെ തലഭാഗം കളയലില്ല. കണ്ണും എന്താ പറയുക, അതിൻ്റെ ആ മണ്ടയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൈമ തന്നെ ഉണ്ടാവും. അങ്ങനെ മീനൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ ഇതാ വേഗം അടുപ്പ് കത്തിച്ചിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവ വന്നിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്തിട്ടുണ്ട്. അത് മൂത്ത് വന്നതിന് ശേഷം 2 വറ്റൽമുളകും അതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു സവാള ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടേന്. അപ്പോൾ അതും അതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കല്ലുപ്പാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും കല്ലുപ്പ് യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പൊടിയുപ്പിനെക്കാട്ടിലും ടേസ്റ്റാണ് കല്ലുപ്പ് ഇട്ടാൽ. ചില ആൾക്കാരൊക്കെ കല്ലുപ്പ് തന്നെയാവും യൂസ് ചെയ്യൽ. ഞാൻ ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ കേട്ടോ കല്ലുപ്പ് മാത്രം ഇതേപോലെ കറികൾക്കൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. മറ്റേത് എപ്പോഴെങ്കിലൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഞാൻ കല്ലുപ്പ് യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പം ഇങ്ങനെ കല്ലുപ്പ് വെച്ചിട്ട് കറി ഉണ്ടാക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. പൊടിപ്പിനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. കുറച്ച് നേരം അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2-3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തിട്ടോ. എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്, കാശ്മീരി മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തത് ഫിഷ് മസാലയാണ് കേട്ടോ. അങ്ങനെ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 2 പഴുത്ത തക്കാളി മിക്സിന്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിലും അതും അതിലേക്ക് ചേർത്തിട്ട് ഇതാ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ ഒരു തക്കാളിന്റെ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറണം കേട്ടോ. കുറച്ചു നേരം ആ മസാലയിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ കുടംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിലും ഞാനൊരു 3 പുളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെള്ളത്തിലിട്ടത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. വാളംപുളി വേണമെങ്കിൽ വാളംപുളിയും ചേർക്കുക. പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ചോറിന് ഒഴിച്ച് കറി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് കറി വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതാ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ലോണം ഇത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ച മീനുണ്ടല്ലോ, മീൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അയിലമീൻ വെച്ചിട്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് മത്തിമീനൊക്കെ വെച്ചിട്ട് ഇതേപോലെ മുളക് കറി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ലൊരു മുളക് കറിയാണ് കേട്ടോ, മീൻ മുളക് കറിയാണ്. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ബെസ്റ്റാണ്. അപ്പോൾ മീൻ കറിയൊക്കെ വെന്ത് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില